അതെ, അടുക്കളയിൽ പോയാലോ? വായോ. ഇന്ന് പച്ചക്കായ ചെമ്മീനും വെച്ചിട്ട് നല്ല വറുത്തരച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അതിനൊരു 3 നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞോ. 3 നേന്ത്രക്കായ എടുത്ത് തൊലി കളഞ്ഞ് ഇങ്ങനെ ചെരിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട്. അതൊരു മൺചട്ടിയിൽ എടുത്തിട്ട് ഇതേ ചെമ്മീനും കായയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിനി മുളക് പൊടി ചേർക്കണമെങ്കിൽ ചൂടാക്കണം കേട്ടോ. ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിയിച്ച് വറക്കൊന്നും വേണ്ട. ഒന്ന് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ആ ഒരു ചൂടില്ല, ആ ചൂട് കയറി ആ പച്ചമണം ഒന്ന് മാറേ വേണ്ടൂ കേട്ടോ. എന്നിട്ട് ദേ ഈ ചെമ്മീനിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു തക്കാളി, ഒരു 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. പച്ചമുളക് ഞാൻ നടുകെ കീറി ഇടുന്നുണ്ട്. ഇഞ്ചി ചതച്ചിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതിനകത്തോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് കുഴച്ച് വെക്കുക. അത് കുഴച്ച് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആ പാത്രമില്ലേ മുളകും മല്ലി വറുത്തത്, ആ പാത്രം ഒന്ന് കഴുകി ആ വെള്ളം കണ്ടു. അപ്പോൾ അതാണ് ഈ കളർ. ഇങ്ങനെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. തിളപ്പിക്കാനല്ലാണ്ട് വേവിക്കാൻ അവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അപ്പുറത്ത് അടുപ്പിൽ നമുക്ക് നാളികേരം വറുക്കാൻ വെക്കാം. കുറച്ച് നാളികേരം എടുത്താൽ മതി. ഞാൻ ചുമ്മാ ഒന്ന് പ്ലെയിനായിട്ട് വറുക്കണേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തോട്ടൊന്നും ചേർക്കണമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പെരുംജീരകമോ അതുപോലെ വെളുത്തുള്ളിയോ ചേർക്കാം കേട്ടോ. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് കറി വെക്കുന്നത്. അപ്പോൾ ചുമ്മാ അത് വറുത്തു അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടുവോ? എല്ലാം അവിടെ നിന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ കൂടെ ചൂടാറി. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ അരച്ചു. നല്ല അടിപൊളിയായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അരച്ചത് നമ്മുടെ തിളച്ച ചെമ്മീനിലേക്കും കായലിലേക്ക് ഇട്ട് കൊടുക്കുക. കായലിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്ന് തിളക്കട്ടെ. മൂപ്പര് അവിടെ തിളച്ചിട്ടില്ല. അപ്പോൾ നല്ലോണം തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 5-6 കുടം നമ്മുടെ ചുമന്നുള്ളി ഇല്ലേ, അത് കാച്ചാൻ വേണ്ടിയിട്ടാണ്. ചുമന്നുള്ളി കാച്ചിക്കോട്ടെ, നല്ല ടേസ്റ്റ് അങ്ങനെയാണ് വരുള്ളൂ. അപ്പം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് വറുക്കാനിടുക. അതേ കറിവേപ്പില ഞാൻ അവിടെ ഇടാൻ മറന്നുപോയി കറിയിൽ. അപ്പോൾ ഇത് കാച്ചുമ്പോൾ ഇട്ടോ. ഇനി അവിടെ എരിവ് കുറവാണെങ്കിൽ ഈ കാച്ചുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കാച്ചിയാൽ മതി. കാച്ചുമ്പോൾ ഒഴിച്ചാൽ മതി. നല്ല അടിപൊളിയായിരിക്കും. നോക്കിയാൽ കറി നോക്കി ഗംഭീര കറിയാണ്. നമ്മൾ പറയില്ലേ കുറേ ഫുഡ് കഴിക്കും ഇത് കഴിച്ച് ഈ കറിയാണെങ്കിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഒരു വെറൈറ്റി ആയിട്ട് തോന്നണില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, കൂടെ കൂട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.